വേദിയിലിരിക്കുന്ന സ്നേഹം നിറഞ്ഞ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഇന്നു മുതൽ നമ്മുടെ പാലയൂർ തർപ്പണ തിരുനാളിൻ്റെ അടുത്ത ഒരുക്കങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇടവക അതിർത്തിയിലുള്ള വിവിധ സ്കൂളുകളിലെ കുട്ടികൾ തങ്ങളുടെ കഴിവുകളും സർഗവാസനകളും പരിപോഷിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഈ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ മുൻ കൊച്ചച്ഛനും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്ത സ്നേഹം നിറഞ്ഞ ബിജു പാണങ്ങാടൻ അച്ഛനാണ്. സമയത്ത് വലിയ പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളെല്ലാവരും തന്നെ കലാപരിപാടികൾ കാണാനും ആസ്വദിക്കാനും ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മുടെ തിരുനാളുകൾക്ക് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയാം. ഒന്ന് സ്പിരിച്വലായിട്ടുള്ള വശം, രണ്ടാമത്തേത് സോഷ്യലായിട്ടുള്ള വശം. സ്പിരിച്വലായിട്ടുള്ള വശം എന്ന് പറയുന്നതാണ് കുർബാന, പ്രദക്ഷിണം, അങ്ങനെയുള്ള തിരുക്കർമ്മങ്ങളൊക്കെ. അതൊരുപാട് നമുക്ക് അനുഗ്രഹം കിട്ടുന്നതാണ്, കൃപ കിട്ടുന്നതാണ്. സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടായ്മയും നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ കെട്ടുറപ്പും ഒന്നിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ സോഷ്യൽ ഡയമെൻഷൻ. അതാണ് നമ്മൾ ബാൻഡ് സെറ്റ് നടത്തുന്നത്, പാട്ടുപാടി ഡാൻസ് കളിക്കുന്നത്, ഇങ്ങനെയുള്ള നൃത്യാദികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം കൂടി ഒരുമിക്കുമ്പോഴാണ് നമ്മുടെ തിരുനാൾ ആഘോഷങ്ങൾ വളരെ കേമാവുകയും അനുഗ്രഹപ്രദമാവുകയും ചെയ്യും, അതേസമയം ആസ്വാദ്യകരമാവുകയും ചെയ്യും. തോമസ് ലീഹയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞൊരു വാക്കാണ്. തോമസ് ലീഹയോട് ഈശോ പറയാണ്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മളൊക്കെ ആ ഭാഗ്യത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളിൽ, ദുഃഖങ്ങളിൽ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങനെ ഈശോ പറഞ്ഞ ആ വലിയ ഭാഗ്യം അനുഭവിക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു. തോമസ് ലീഹയുടെ പാദസ്പർശനമേറ്റ ഈ പുണ്യഭൂമിയിൽ ആയിരിക്കുക എന്നത് എത്രയോ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ തോമസ് ലീഹയുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ തൊട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പുതിയെണ്ണം ചെയ്ത ആ വിശ്വാസ ചൈതന്യം നമ്മിലുണ്ടാകുവാൻ ഈ തിരുനാളാഘോഷം ഇടവരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. തോമസ് ലീഹയുടെ തിരുമുറ്റത്ത് പരിപാടികൾ അവതരിപ്പിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകരെ എല്ലാവർക്കും നമ്മുടെ തർപ്പണ തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും നേരുന്നു. അവനോടുകൂടി പോയി മരിക്കാം എന്ന് ഏറ്റുപറഞ്ഞ മാർ തോമസ് ലീഹ ക്രിസ്തു കൂടെയുണ്ടെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാനില്ല എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാർ തോമസ് ലീഹയെ പോലെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകണം. മാർ തോമസ് ലീഹയെ പോലെ ഈ വിശ്വാസം ജീവിക്കാനുള്ള, വിശ്വാസത്തിന് വേണ്ടി ജീവിതം ബലിയർപ്പിക്കാനുള്ള കരുത്തും ചങ്കൂറ്റവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.